Hi everyone, welcome back to my channel. ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എങ്ങനെ ഗരം മസാല വീട്ടിൽ തയ്യാറാക്കി എടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി. ഇതിൽ പറയുന്ന പോലെ തന്നെ സ്പൈസസ് ഒക്കെ അതേ ക്വാണ്ടിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ഗരം മസാല നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇത് പുറത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കറികൾക്കൊക്കെ നല്ലൊരു സ്മെല്ലും ഫ്ലേവറൊക്കെ വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഗരം മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. നമുക്ക് ആദ്യം ഇതിലേക്ക് സ്പൈസസ് ഇടാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ്, 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു. സ്പൈസസ് ഒക്കെ ഞാനിതിൽ പറയുന്ന അതേ അളവിൽ ചേർക്കാൻ നോക്കണേ. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ഏലക്കയാണ്. അതിനുശേഷം ഇതിലേക്ക് ഒരു 5-6 പട്ടയുടെ പീസ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളകാണ്. കുരുമുളക് ഒരുപാടൊന്നും വേണ്ട. 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക്, അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയും കൂടി ചേർക്കുക. 2 ബേ ലീഫ്, പിന്നെ വേണ്ടത് തക്കോലമാണ്. തക്കോലം 1 പകുതിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അതേപോലെ 2-3 പീസ് ജാവിത്രി ചേർക്കുക. പിന്നെ ഒരു ജാതിക്കയുടെ 1/4 ഭാഗം. ഇതൊന്നും കൂടി പോകാൻ പാടില്ല. അവസാനമായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 കറുത്ത ഏലക്കയാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഗരം മസാലയിലേക്ക് വേണ്ടത്. അതിൽ പൊതുവേ ആരും ചേർത്ത് കാണാത്ത ഒന്നാണ് കറുത്ത ഏലക്ക. കറുത്ത ഏലക്ക നമ്മൾ ഗരം മസാലയിൽ ചേർക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചേർത്ത് നോക്കണം. അപ്പം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക. ഒരുപാട് നേരമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനൊന്ന് സ്മെല്ല് വരുന്നത് വരെ മാത്രം. ഇപ്പോൾ ചെറുതായിട്ട് നമ്മുടെ സ്പൈസസിൻ്റെ മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് കരിഞ്ഞൊന്നും പോകാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് എല്ലാ സ്പൈസസും മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ക്വാണ്ടിറ്റിയിൽ വേണം എപ്പോഴും ഗരം മസാല റെഡിയാക്കി എടുക്കാനായിട്ട്. ആ സമയത്ത് അതിൻ്റെ മണമൊന്നും നഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മളുടെ കറികളിലൊക്കെ ചേർക്കുന്ന സമയത്ത് അതിന് നല്ലൊരു ഫ്ലേവറും സ്മെല്ലൊക്കെ ഉണ്ടാവും. എപ്പോഴും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഗരം മസാലയിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നത് തന്നെയാണ്. നിങ്ങളുടെ കറികളൊക്കെ നല്ല ടേസ്റ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഗരം മസാല വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്നും കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്